10 തരത്തിലുള്ള ഓട്ടോമാറ്റിക് നെഗറ്റീവ് തിങ്കിങ് പ്രോസസ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഇത് മുഴുവനും കേട്ടതിന് ശേഷം ഇതിൽ ഏറ്റവും കൂടുതൽ തവണ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഓട്ടോമാറ്റിക് നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺ ഏതാണ് എന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ഓട്ടോമാറ്റിക് തിങ്കിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്, എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അതായത് നന്നായിട്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ടു ദ പെർഫെക്റ്റ് സൈഡിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യം ഞാൻ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഒരാളാണ് ആണെങ്കിൽ എനിക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കുക്ക് ചെയ്തിട്ട് വലിയ കാര്യമില്ല. രണ്ടാമതായി നമ്മുടെ ഉള്ളിൽ വരുന്ന ഓട്ടോമാറ്റിക് നെഗറ്റീവ് തിങ്കിങ്ങിന്റെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത്, നമ്മൾ എല്ലാത്തിനെയും സാർവത്രികമായി ജനറലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ആദ്യമായി ചെയ്യുന്നത് തെറ്റുപറ്റിയെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഇനി എപ്പോൾ അത് ചെയ്താലും അത് വീണ്ടും തെറ്റിക്കൊണ്ടേയിരിക്കും എന്ന ഒരു ഓട്ടോമാറ്റിക് നെഗറ്റീവ് തിങ്കിങ് ടൈപ്പാണ് ഓവർ ജനറലൈസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺ എന്ന് പറയുന്നതിനെ നമുക്കൊരു നെഗറ്റീവ് ഫിൽറ്റർ എന്ന് വിളിക്കാം. നമ്മൾ വീട്ടിൽ സാധാരണ ചായയും കാപ്പിയൊക്കെ ഇടുന്ന സമയത്ത് അതിനെ അവസാനം നമ്മൾ ഒരു കപ്പിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അരിച്ചെടുക്കാറില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായി നമ്മുടെ പ്രവൃത്തിക്ക് ഒരു കമൻറ്റ് കിട്ടുന്നത് പോലെ, ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നത് പോലെ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ അതിൻ്റെ നെഗറ്റീവ് സൈഡ് മാത്രം ഫിൽറ്റർ ചെയ്ത് മനസ്സിൽ വെക്കും. അവർ ഒരുപക്ഷെ 10 കാര്യങ്ങൾ പറഞ്ഞതിൽ 2 കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യമായിരിക്കും നെഗറ്റീവായിട്ടുള്ളത്. പക്ഷേ 9 കാര്യങ്ങൾ പോസിറ്റീവായിട്ട് പറഞ്ഞതിനെ പാടെ നമ്മൾ മറക്കുകയോ അവഗണിക്കുകയോ ചെയ്തിട്ട് ഒരു കാര്യം നെഗറ്റീവായി പറഞ്ഞതിനെ നമ്മൾ എപ്പോഴും ലൈവായി ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുക. ഇതിൻ്റെ മറുവശം എന്ന് പറയുന്നത് ഡിസ്മിസിങ് ദ പോസിറ്റീവ് സൈഡ് എന്നുള്ളത് തന്നെയാണ്. 9 നല്ല കാര്യങ്ങളെ മനഃപൂർവ്വം നമ്മൾ അവഗണിക്കുക. അതല്ല എങ്കിൽ തന്നെയും അവർ ഒരുപക്ഷെ പോസിറ്റീവായി നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്നെ കളിയാക്കിയതായിരിക്കും അല്ലേ എന്ന രീതിയിൽ നമ്മൾ അതിനെ ആലോചിക്കുന്നതിനെയാണ് ഡിസ്മിസിങ് ദ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഓട്ടോമാറ്റിക് നെഗറ്റീവ് തിങ്കിങ് ടൈപ്പാണ് മൈൻഡ് റീഡിംഗ് എന്ന് അറിയപ്പെടുന്നത്. മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് ഞാൻ ഒരു ഊഹാപോഹം നടത്തി ആലോചിച്ച് കൂട്ടുന്നതിനെയാണ് മൈൻഡ് റീഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ആദ്യത്തെ ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ, നിങ്ങളുടെ ബോസ് നിങ്ങൾക്കൊരു ഇമെയിൽ അയക്കുന്നു അല്ലെങ്കിൽ ഒരു വാട്സപ്പ് സന്ദേശം അയക്കുന്നു, വൈകുന്നേരം 4 മണിയാകുമ്പോൾ എന്നെ വന്നൊന്ന് കാണണം. പുള്ളി ഒരു മെസ്സേജ് മാത്രമാണ് അയച്ചിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് വായിക്കാനുള്ള ഒരു ശ്രമമാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും, എൻ്റെ എന്തോ കുഴപ്പം കണ്ടുപിടിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ വഴിയിൽ നടന്നു പോകുന്ന സമയത്ത് എൻ്റെ പരിചയത്തിലുള്ള ഒരാൾ എന്നെ മൈൻഡ് ചെയ്യാതെ പോവുകയാണെങ്കിൽ അയാൾ മനസ്സിൽ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്, അയാൾ ഇതൊക്കെ ആയിരിക്കും എന്നെപ്പറ്റി ആലോചിക്കുന്നത്. ഇതിനെയാണ് മൈൻഡ് റീഡിംഗ് എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിലുള്ള ഓട്ടോമാറ്റിക് തിങ്കിങ് പ്രോസസ്സാണ് ഫോർച്യൂൺ ടെല്ലിംഗ് എന്ന് പറയുന്നത്. പേര് കേൾക്കുന്നത് പോലെ തന്നെ ഭാവിയിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ നേരത്തെ തന്നെ അങ്ങ് പ്രെഡിക്റ്റ് ചെയ്യുന്നു. അതായത് ഇത് 100% ഉറപ്പാണ്, ഈ കാര്യം അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റിക് തിങ്കിങ് പാറ്റേൺ ആണ് ഫോർച്യൂൺ ടെല്ലിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 7ാമത്തെ ഓട്ടോമാറ്റിക് തിങ്കിങ് പാറ്റേൺ ആണ് ഇമോഷണൽ റീസണിങ് എന്ന് പറയുന്നത്. നമ്മൾ എന്തോ അപകടകരമായ എന്തോ ഒരു സംഭവം സംഭവിക്കാൻ പോകുന്നു എന്ന രീതിയിൽ ആങ്ഷ്യസ് ആയി ഒരു ആകാംക്ഷയുടെ മുൾമുനയിൽ എന്തോ വലുത് വരാനിരിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നതാണ് ഓട്ടോമാറ്റിക് നെഗറ്റീവ് തിങ്കിങ്ങിൻ്റെ മറ്റൊരു ടൈപ്പ് എന്ന് പറയുന്നത്. 8ാമത്തെ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് നമ്മളെ തന്നെ ലേബൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഞാൻ ഒരു തവണ തോറ്റു കഴിഞ്ഞാൽ അതിനർത്ഥം ഞാനൊരു ഫെയിലിയർ ആണ് എന്ന രീതിയിൽ നമ്മളിൽ ചിന്തിക്കുകയും നമ്മളൊരു സ്വയം കഴിവുകെട്ട ഒരു ആളാണ് എന്ന രീതിയിൽ മനസ്സുകൊണ്ട് നമ്മൾ അടിയറ വെക്കുന്ന ഒരു ഓട്ടോമാറ്റിക് തിങ്കിങ് പ്രോസസ്സാണ് ഇമോഷണൽ അല്ലെങ്കിൽ പേഴ്സണൽ ലേബലിംഗ് എന്നുള്ള ഒരു ഓട്ടോമാറ്റിക് തിങ്കിങ് പ്രോസസ്സ്. ഇനി അവസാനത്തേതും 10ാമത്തേതുമായ ഓട്ടോമാറ്റിക് തിങ്കിങ് പ്രോസസ്സാണ് ബ്ലെയിമിങ് യുവർ സെൽഫ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ ബന്ധുക്കൾക്ക്, നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക്, നിങ്ങൾക്ക് തന്നെ എന്ത് സംഭവിച്ചാലും അതിൻ്റെ പരിപൂർണമായ കാരണവും ഉത്തരവാദിത്വവും ഒക്കെ നിങ്ങളാണ് എന്ന രീതിയിൽ വിശ്വസിക്കുന്നതിനെയാണ് ബ്ലെയിമിങ് യുവർ സെൽഫ് ഫോർ എവ്രിതിങ് എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺ. ഓരോന്നും എപ്പോഴും സംഭവിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് നിർബന്ധമില്ല. ഇത് പലപ്പോഴായി പല അവസരങ്ങളിൽ പലതായിരിക്കാം, പല തരത്തിലുള്ള ഓട്ടോമാറ്റിക് നെഗറ്റീവ് തിങ്കിങ് ആയിരിക്കാം സംഭവിക്കുന്നത്. ചില സമയങ്ങളിൽ ഇതെല്ലാം തന്നെ ഒരു മിക്സ് ആൻഡ് മാച്ചായി കറങ്ങിത്തിരിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും.
ചിലപ്പോൾ ഇതിലേതെങ്കിലും 1-2 എണ്ണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഫ്രീക്വൻ്റായി സംഭവിക്കുകയും ചെയ്യും. ഞാൻ നേരത്തെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തിങ്കിങ് സംഭവിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒരു പക്ഷേ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന, ഉദാഹരണത്തിന് ഡിപ്രഷൻ, ആങ്സൈറ്റി പോലെയുള്ള മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ഈ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺ എന്ന് പറയുന്നത് വളരെ ഫ്രീക്വൻ്റായി സംഭവിക്കുന്ന ഒന്നായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ മുൻകാല അനുഭവങ്ങൾ, വളരെ വേദനാജനകമായ അനുഭവങ്ങളുള്ള, ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ഈ പറയുന്ന ഓട്ടോമാറ്റിക് നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതല്ലാതെ ബയോളജിക്കൽ പ്രോസസ്സ്, അതിനുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ തന്നെ ഇതിന് പല കാരണങ്ങൾ ഇതിനുണ്ടാകാം. ഇതിലേത് തരത്തിലുള്ള ഓട്ടോമാറ്റിക് നെഗറ്റീവ് തിങ്കിങ് ആണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിഞ്ഞാലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനെ എങ്ങനെ ഇഫക്റ്റീവായി മാനേജ് ചെയ്യാം എന്ന ഒരു തലത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നത്. ഇതിൽ ഏത് തരത്തിലുള്ള ഓട്ടോമാറ്റിക് തിങ്കിങ് പാറ്റേൺ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഫ്രീക്വൻ്റായി സംഭവിക്കുന്നത് എന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.